വരികയാണ്. ഈ സംഭവത്തിന് പിന്നാലെ വിവരമറിഞ്ഞുകൊണ്ട് പന്നിയങ്കര പോലീസ് ഇൻസ്പെക്ടർ സതീഷ് കുമാർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ അവിടെ എത്തി ബലം പ്രയോഗിച്ചാണ് പ്രതിയെ ഒടുവിൽ കീഴടക്കിയത്. ഇപ്പോൾ ഈ ASI ബാബുവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുമുണ്ട്. വൃന്ദ. ശരി റിയാസ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ കഴുത്തിലും പുലിപ്പല്ല് കെട്ടിയ മാല ഉണ്ടെന്ന പരാതി വാടാനപ്പള്ളി സ്വദേശി മുഹമ്മദ് ഹാഷിമാണ് DGPക്ക് പരാതി നൽകിയത്. സുരേഷ് ഗോപി കണ്ണൂരിലും തൃശൂരിലും പരിപാടിയിൽ പങ്കെടുക്കുന്ന ദൃശ്യങ്ങൾ സഹിതമാണ് പരാതി നൽകിയത്. ഇവയിൽ പുലിപ്പല്ല് കെട്ടിയ മാല ധരിച്ചിരിക്കുന്നത് വ്യക്തമാണെന്നും സുരേഷ് ഗോപിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് പരാതി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ കമ്മീഷനിങ്ങിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനെ ഒഴിവാക്കിയത് വിവാദമായതിന് പിന്നാലെ സംഘാടക സമിതി ക്ഷണക്കത്തയച്ചു. എന്നാൽ ചടങ്ങിൽ പ്രതിപക്ഷ നേതാവിന്റെ കർത്തവ്യം എന്താണെന്ന് വ്യക്തമാക്കിയിട്ടില്ല. പരിപാടിയിൽ പങ്കെടുക്കുമല്ലോ എന്നാണ് കത്തിലെ വാക്യം. പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ തീരുമാനമായില്ല. മെയ് 2 നടക്കുന്ന വിഴിഞ്ഞം പദ്ധതിയുടെ കമ്മീഷനിങ്ങിൽ നിന്നും പ്രതിപക്ഷ നേതാവിനെ ഒഴിവാക്കിയതാണ് രാഷ്ട്രീയ ചർച്ചയായി മാറിയത്. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിലേക്ക് തിരുവനന്തപുരം MP ശശി തരൂർ, കോവളം MLA M വിൻസെന്റ് എന്നിവർക്ക് ക്ഷണമുണ്ട്. വിഴിഞ്ഞത്ത് ആദ്യ കപ്പലിന് സ്വീകരണം നൽകിയപ്പോൾ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചിരുന്നു. അന്ന് വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പങ്കിനെക്കുറിച്ച് വിശദമായി പ്രതിപക്ഷ നേതാവ് സംസാരിച്ചിരുന്നു. ഇതിനോടുള്ള പ്രതിഷേധ